നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചെന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ശ്വാസം മുട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഓഫ് ബ്രീത്തിങ്. നമ്മൾ ജനറലായിട്ട് പറയുന്നെങ്കിൽ തന്നെയും ഈ ഡിഫിക്കൽറ്റി ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത് നിസ്സാര സംഗതിയല്ല. അപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ ഉദാഹരണം ഈ ഒബ്സ്ട്രക്റ്റീവായിട്ട് വരാം, തടസ്സമായിട്ട് വരാം. ഇപ്പോൾ ഉദാഹരണം ഒരാളിൻ്റെ മൂക്കിൽ ദശയുണ്ടെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലം വരാം. പിന്നെ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലം വരാം. പിന്നെ ആസ്മ ഉണ്ടെങ്കിൽ ബ്രീത്തിങ് പ്രോബ്ലം വരാം. അതുപോലെ ട്യൂബർക്ലോസിസ് ഇതുണ്ടെങ്കിലും ബ്രീത്തിങ് പ്രോബ്ലം വരാം. അപ്പോൾ ഈ ബ്രീത്തിങ് പ്രോബ്ലം പിന്നെ ആർക്കൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണം ഈ വളരെ പൊടിപടലങ്ങൾ എന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഫാക്ടറികളിൽ. അതുപോലെ പിന്നെ ഈ ഖനികളിൽ, ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ ഖനി കുറവാണെങ്കിൽ തന്നെയും, പിന്നെ അതുപോലെ സിമെൻറ്റ് വർക്ക് ചെയ്യുന്നവർ, ഈ മെയ്സൺസൊക്കെ കാണുന്നുണ്ടല്ലോ എല്ലാവരും. പിന്നെ ഈ റോഡ് പണിക്കാർ, അപ്പോൾ അവർക്ക് സ്മോക്കും വരും, ഡസ്റ്റും വരും. ഇത് പിന്നെ അതുപോലെ തന്നെ വരുന്നത് നമ്മുടെ പിന്നെ ഈ വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പുക. ഉദാഹരണം നമ്മുടെ KSRTC വണ്ടി ഏറ്റവും കൂടുതൽ ഈ സ്മോക്ക് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്, അതായത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഈ പിന്നെ ട്രാൻസ്പോർട്ടാണ്. കാരണം ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഈ വെഹിക്കിൾസാണ്. അത് പ്രത്യേകിച്ച് ഡീസലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഇത് ശ്വസിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ശ്വാസകോശത്തിനകത്ത് പോയിട്ട് ഇത് വളരെ അവിടുത്തെ ശ്വാസകോശ കുഴലുകൾ, അതിന് ബ്രോങ്കിൾസ് എന്ന് പറയും, അതിനെ അടയ്ക്കും. അപ്പോൾ അതിനെ ചുരുക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം മുട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഹെവി സ്മോക്കേഴ്സ്, ഈ സ്മോക്ക് ചെയ്യുന്നവരുടെ, അപ്പോൾ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പ്രോബ്ലം തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ അകത്ത് പോയിട്ട് ഈ രക്തക്കുഴലുകൾ ശ്വാസകോശത്തിൻ്റെ ഈ ബ്രോങ്ക്യൂൾസിനെ, അതായത് ഈ ശ്വാസകോശ കുഴലുകളെ അത് ചുരുക്കും, അല്ലെങ്കിൽ അതിനെ അടവുണ്ടാക്കും. അപ്പോൾ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. ഹെവി സ്മോക്കേഴ്സായിട്ടുള്ളവരുടെ ലങ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ല കരിക്കട്ട പോലെ തന്നെ ഇരിക്കും. അപ്പോൾ എന്തുമാത്രം പിന്നെ പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് അറിയണം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇത് ക്യാൻസർ വരെ ഉണ്ടാകും. ക്യാൻസർ ഓഫ് ദി ലങ്സ് കൂടുതൽ വരുന്നതിൻ്റെ കാരണം ഹെവി സ്മോക്കിംഗ്, ഇതുപോലെ ഈ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ, പിന്നെ ഡസ്റ്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പോൾ അവർ ചില ആളുകൾ, ഇപ്പോൾ ഉദാഹരണം ഈ മോസ്ക് പോലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്, അതുപോലെ അവർ ഉപയോഗിക്കാറില്ല. ചുമ്മാ അവർക്ക് അറിയത്തില്ല. പിന്നെ ഇത് ഒരുപാട് സ്മോക്ക്, എല്ലാത്തിൻ്റെ സ്മോക്ക് വരും. ഇപ്പോൾ ഉദാഹരണം നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ സ്മോക്ക് വരും. പിന്നെ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇത്രയും പൊടി പടലങ്ങൾ നേരത്തെ നമുക്ക് നടക്കാതിരിക്കാൻ ഒക്കത്തില്ലല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡസ്റ്റ്, വളരെ അതിന് പറയുന്നത് മൈക്രോസ്കോപ്പിക്കൽ ഡസ്റ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഡസ്റ്റ് കാണാനൊക്കത്തില്ല. അപ്പോൾ ആ ഡസ്റ്റാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ വെച്ചാൽ മിക്കവാറും ആളുകൾ ഈ ഫാൻ, എയർ കണ്ടീഷനൊന്നും ഒരു ഈ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാറില്ല. ഇപ്പോൾ ഫാൻ വല്ലപ്പോഴും ആണ്ടിലൊരിക്കലായിരിക്കും ഒരു തുടയ്ക്കുന്നത്. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ താഴെ വീഴുന്ന പൊടികൾ അത്രയും, ഇപ്പോൾ അതിനകത്ത് കൂടുതൽ വരുന്നത് എന്താണ്, മോൾസ് ആൻഡ് ഫംഗസ് എന്ന് പറയും. ഇതെല്ലാം കൂടെ താഴെ അടിഞ്ഞ് കിടക്കുന്നത് നമ്മൾ ഫാൻ ഇടുമ്പോഴത്തേക്ക് കറങ്ങി മേളിലിടും. അപ്പോൾ ഇതെല്ലാം ഫാനിൽ പോയി അടിഞ്ഞ് കഴിഞ്ഞിട്ട് ആ സ്മോക്ക് കംപ്ലീറ്റ് പൊടിയായിരിക്കും ഫാന്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ പിന്നെ എല്ലാ ദിവസവും ഫാൻ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ കറങ്ങും തോറി പൊടികൾ, പിന്നെ ധൂളിയായിട്ടുള്ള പൊടികൾ അവിടെ പോയി ഇടുന്നിട്ട് നമ്മൾ ഫാൻ ഇടുമ്പോഴത്തേക്ക് ഇത് റൂമിനകത്ത് നിറച്ച് വരും. എന്നിട്ട് ഇത് നമ്മൾ ശ്വസിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഏറ്റവും നല്ല ഈ പ്രോബ്ലം ഉണ്ടാകും. കാരണം ഈ സ്മോക്ക് മുഴുക്കകത്ത് പോകും. ഈ വലിയ സ്മോക്ക് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണം നമുക്ക് റോഡിലെ പൊടി അല്ലെങ്കിൽ മുറിയിൽ ഒരു പൊടി കുഴപ്പമില്ല. ഈ മൈക്രോസ്കോപ്പിക്കൽ ഡസ്റ്റാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഉദാഹരണം ഈ പൊടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മുറിയിൽ തന്നെ നമ്മൾ വിചാരിക്കും അതിനകത്ത് കുഴപ്പമൊന്നുമില്ലെന്ന്. നമ്മുടെ ഒരു മുറിയിൽ ശകലം ഇത് തൂത്ത് വാരി കഴിഞ്ഞാൽ 1 ഔൺസിന് ലക്ഷക്കണക്കിന് മോൾസ് ആൻഡ് ഫംഗസ് ആണുള്ളത്. അപ്പോൾ എന്തുമാത്രം ദോഷവശമെന്ന് വിചാരിച്ചാൽ ഇതെല്ലാം നമുക്ക് പ്രതിരോധ ശക്തി ഇല്ലാത്തവർക്ക് വളരെ വളരെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കിടക്കുന്ന മുറിയിൽ കഴിയുന്നതും ഡസ്റ്റ് ഫ്രീ ആക്കുക. പഴയ വസ്ത്രങ്ങൾ, അതുപോലെ ഈ ന്യൂസ് പേപ്പർ, അതുപോലൊക്കെ ഒന്നും ആവശ്യമില്ലാത്തതൊക്കെ
മാറ്റിയിടുക എന്നുള്ളതാണ്. പക്ഷെ അത് നടക്കത്തില്ല. എന്നിരുന്നാൽ തന്നെയും അത് നടത്തിയെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. കൂടെ എയർ കണ്ടീഷൻ സർവീസ് ചെയ്യിച്ചില്ലെങ്കിൽ ഇതുപോലെ തന്നെ കയറും. ഇതേപോലെ തന്നെ നമ്മൾ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്ന കാറിനകത്താണെങ്കിൽ ഇത് തന്നെയാണ്. കാരണം വേറെ എയറൊന്നും വരുന്നില്ലല്ലോ. ആ റോഡിൽ നിന്നുള്ള എയർ തന്നെ അത് ഫിൽട്ടർ ചെയ്താണ് നമുക്ക് എയർ കണ്ടീഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം പൊടിയാണ്. ഇതുകൊണ്ട് നമുക്ക് കോൾഡ് ടു ക്യാൻസർ വരെയും വരാൻ സാധ്യതയാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് വരെ ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ആൻജിയോഗ്രാം വരെ ഒഴിവാക്കുക. അതിന് പകരം ആൻജിയോഗ്രാമിന് ഹാർട്ട് സ്കാൻ ചെയ്യാം. പിന്നെ ബൈപ്പാസ് സർജറിക്കും ആൻജിയോപ്ലാസ്റ്റിക്കും പകരം നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. WHO തന്നെ പറഞ്ഞിട്ടുണ്ട് മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ്. അപ്പോൾ എൻ്റെ പ്രമാദമായ പേഷ്യൻസ് മാർത്താണ്ഡ മഹാരാജാവായിരുന്നു, പിന്നെ നമ്മുടെ ഫോർമർ പ്രസിഡൻറ്റ് KR നാരായണൻ സാറ്, അതുപോലെ അമേരിക്കൻ പ്രസിഡൻറ്റ് മിസ്റ്റർ ജിമ്മി കോർട്ടർ. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.